വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകം. നമസ്കാരം. വ്ളോഗർ ജുനൈദിന്റെ മരണം വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. അതുപോലെ ഈ വ്ളോഗർ ജുനൈദ് ഞാൻ വലുതായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഇടയ്ക്ക് വെച്ചൊരു വിവാദം അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വാർത്തകളൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്നും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നും ഞാൻ മനസ്സിലാക്കിയത്. അത് ഇന്ന് രാവിലെ സത്യമായ 2 മരണങ്ങളെ കേട്ടു. ഇത് ജുനൈദ് മരിച്ച് ഇന്നലെ രാത്രിയാണെങ്കിൽ ഇന്ന് അവിടെ മറ്റൊരു ഈ പറയുന്ന മൃദുലയുടെ അല്ലേ അച്ഛൻ മരിച്ചു, അങ്ങനെ ഒരു വാർത്ത. രണ്ടും ഞെട്ടി. അതായത് രണ്ടുപേരും അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയതിൽ ഒരു ചെറിയൊരു ഞെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ ജുനൈദ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ ഒരു പ്രത്യേക തരത്തിൽ പുള്ളിയുടെ ഞാൻ റീൽസ് ഉണ്ട്, പുള്ളി ഒരു പ്രത്യേക തരത്തിലാണ് റീൽസ്. അതായത് പാട്ടിന്റെ വരികളുടെ അടിസ്ഥാനമാക്കി കുറെ എന്ത് ചെയ്യണം, കുറെ തരത്തിലുള്ള ഈ ഓരോ വാക്കിനനുസൃതമായിട്ടുള്ള പിന്നെ ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ട് അതിനൊക്കെ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തായാലും പുള്ളി ഇത്രയും ചെറുപ്പക്കാരൻ അല്ലേ, പിന്നീട് പെട്ടെന്നൊരു മരണത്തിലേക്ക് ഒരു അപകട മരണമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വിഷമം തോന്നും അല്ലെ. അതുപോലെ ഈ പറയുന്ന എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട്, പുള്ളി എങ്ങനെയാണ് ആക്ച്വലി മരിച്ചത് എന്നുള്ളത്. ഞാൻ പറയാമെന്ന് അതല്ല. ഇപ്പോ നമ്മുടെ ഇറ്റ്സ് മീ കൈസിൽ നിന്ന് സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കൈസ് ഇട്ടൊരു വീഡിയോ വളരെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. കൈസ് ഇപ്പൊ ആ വീഡിയോ എന്തായാലും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വീണ്ടും റീ അപ്ലോഡ് ചെയ്ത്, എനിക്ക് ആ ഒരു പോർഷൻ മാത്രം മാറ്റിക്കൊണ്ട് റീ അപ്ലോഡ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ്. കാരണം ആ വീഡിയോയിൽ ഞാൻ ആദ്യം ഈ സംഭവം കണ്ടില്ല. കുറെ ഈ കട്ടിംഗ് ഭാഗങ്ങൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യം കരുതിയത് ഈ കൈസ് ഈ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇവൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഇട്ട വീഡിയോ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ അവിടെ ചോദിച്ചത് ഇത് ഇപ്പൊ ഇട്ട വീഡിയോ ആണോ, അതെ ഇപ്പൊ മരണത്തിന് ശേഷം ഇട്ട വീഡിയോ. കൈസെ ഇത് വളരെ മോശമായി പോയി. അങ്ങനെ ഒരിക്കലും വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു. കാരണം ഇവന് ഈ പറയുന്ന ജുനൈദിന് മറ്റൊരു പെണ്ണ് കേസ്, മറ്റൊന്നല്ല വിവാഹ വാഗ്ദാനം പിന്നെ നൽകി പീഡിപ്പിച്ചു, ഹോട്ടൽ മുറികളിൽ കൊണ്ട് പീഡിപ്പിച്ചു ഈ നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നൊക്കെ പറഞ്ഞ കേസ്. അത് പൊതുവെ നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വർഷങ്ങളോളം അവരുടെ അടുത്ത് ഈ പറയുന്ന രണ്ടുപേരും പരസ്പരം ഇഷ്ടമായിട്ട് അവരിപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നു. അവസാനം എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് കല്യാണം നടക്കില്ല എന്ന് പറയുമ്പോൾ ഉടനെ എന്നെ പീഡിപ്പിച്ചു, എന്നെ തേച്ചു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളെ സ്ഥിരമായി കൊണ്ടുകൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങ് പെട്ടെന്ന് അവനാണ് ഫുൾ ഈ പറയുന്ന എന്താണ് തെറ്റുകാരൻ എന്നൊന്നും പറയാൻ പറ്റില്ല. തെറ്റുകാരൻ രണ്ടുപേരും തെറ്റുകാരാണ്. അവിടെ കൊണ്ട് കൊടുത്ത് അവളും തെറ്റുകാരനാണ്. ഇവർ രണ്ടുപേരും ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണല്ലോ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൈസിന്റെ ഈ ഒരു വീഡിയോയിലെ ഒരു ചെറിയ പാട്ട് ഞാൻ ഇവിടെ വെക്കാം. അത് പക്ഷെ വളരെ അവനെ കളിയാക്കിക്കൊണ്ട് കൈസിലിപ്പം വേറെ പലതും വിചാരിച്ചായിരിക്കും ചെയ്തു. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ കൈസിന്റെ ബോഡി ലാംഗ്വേജ് പറയുന്ന രീതിയൊക്കെ അത് ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതിന്റെ ഒരു പാട്ട് വരച്ച് ഒന്ന് കേട്ടു. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ, വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ, അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം. ഈ രീതിയിലായിരുന്നു മറ്റൊരു ഡാൻസ് കളിച്ചത്. അല്ല കണ്ട് സ്റ്റെപ്പ് കാണാൻ പാടായി. ഓക്കെ, ഇതായിരുന്നു ഈ പറഞ്ഞ കൈസ് ഇട്ട വീഡിയോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അതൊരു വേദനിക്കും. എന്തായാലും ആ ഒരു വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ഉൾപ്പെടെ വരെ കൈസ് അർഹിക്കുന്നതാണ് എന്ന കൈസ് ആദ്യം മനസ്സിലാക്കുക. ഒരിക്കലും ഇങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു. കാരണം അത് ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ അതൊരു ആക്ഷേപിക്കുന്ന ഒരു രീതിയിലാണ്. അത് അതിൽ മരണപ്പെട്ടു പോയി. മനസ്സിലായോ? മരണപ്പെട്ടു പോയിട്ട് ഇപ്പൊ ഈ കൈസ് കാണിച്ചില്ല. ഇതുപോലെ തന്നെയാണ് ആ പുള്ളി വീഡിയോ ഇടുന്നത്. മനസ്സിലായോ? അപ്പം ഇത് മറ്റൊരാൾ അതിനെ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട്. അവരിടുന്ന ഈ ഒരു തരത്തിലുള്ള വീഡിയോ ഒരുപാട് പേര് ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കൈസ് വന്ന് വീണ്ടും അത് പറയുമ്പോൾ അത് ട്രോൾ ആയിട്ട് ആൾക്കാരെ കാണത്തുള്ളൂ. അതുമല്ല ഇതിനകത്ത് ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ, കൈസിനെ നല്ല തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരുന്നുണ്ട്. അപ്പൊ തന്നെ കൈസ് ഇത് ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ രണ്ടാമത് റീ അപ്ലോഡ് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ടുള്ള റീ അപ്ലോഡ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ആ വീഡിയോയിലും ഉടനീളം ഇവന് മുമ്പ് നടന്ന, അതായത് ഇവൻ പിന്നീട് ഈ പറഞ്ഞ ഈ പെണ്ണുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസില്ലേ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് മൊത്തത്തിൽ പറയുന്നത്. അതല്ല ചെയ്യണം. അത് നമുക്കങ്ങ് കളയുക. എന്നിട്ട് ഇവന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാം ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് അല്ലേ. പലർക്കും ഇപ്പൊ നാളെ നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാം. മനസ്സിലായി? ഈ പറയുന്ന ഇപ്പൊ ഒരു പെണ്ണ് കൊണ്ട് കേസ് കൊടുത്തു, അത് സത്യമാണോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല. നാളെ നമ്മുടെ പേരിൽ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കൈസായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവർ സത്യം എന്തെന്ന് അറിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് പറയാം. നമുക്ക് വിമർശനമൊക്കെ കൊള്ളാടെ. ഇപ്പൊ ഒരാൾ മരിച്ചതിന് ശേഷം വന്ന് ഈ രീതിയിലുള്ള വിമർശനം വളരെ വളരെ മോശമായിപ്പോയി. ഇനി എന്റെ അഭിപ്രായത്തിൽ കൈസ് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഇതിന് ഒരു അപ്പോളജി അല്ലെങ്കിൽ ഒരു മാപ്പ് പറയണം
പ്രോപ്പറായിട്ട് വന്നൊരു മാപ്പ് പറയേണ്ടതായിട്ട് ഉണ്ട്. സത്യം അത്രയ്ക്ക് വലിയൊരു ഒരു ചേത്തായിപ്പോയി ഈ സാധനം. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ പറഞ്ഞ നാണക്കേടും കാര്യങ്ങളും ആലോചിക്കണം. ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് പറഞ്ഞാൽ നന്നായിട്ടിരിക്കും. കാരണം ഇത് വളരെ 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 മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് കമന്റ് ബോക്സിൽ തന്നെ കൈസിന് മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ അതിനുശേഷം അപ്ലോഡ് ചെയ്ത വീഡിയോയിലും ഈ പറയുന്ന മരണത്തിന്റെ അനുശോചനമല്ല അതിൽ കണ്ടത്, അവന്റെ പഴയ ഒരു കേസിൽ ആ പെണ്ണിനെ പീഡിപ്പിച്ച കേസുമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് ഞാൻ അവിടെ കാണാൻ ശ്രദ്ധപ്പെട്ടത്. ഇനി ഇതിനകത്ത് കൈസ് പറയുന്ന മറ്റൊരു കേസ്, ഈ ഡീറ്റെയിലിംഗ് ഇങ്ങനെ പറയാൻ കാരണം ഈ പണ്ട് ഈ കേസുമായി അതായത് ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് അവരാരെങ്കിലും ആണോ ഈ പറയുന്ന പുള്ളിയെ കൊന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണോ ഈ പുള്ളിക്ക് ആക്സിഡന്റ് പറ്റിയത് എന്നൊരു സംശയമാണ് കൈസ് അതിൽ ഉന്നയിക്കുന്നത്. പക്ഷെ അത് അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയും കൂടി ഞാൻ സൈഡിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇതിന്റെ ബൈക്ക് വളരെ റാഷായിട്ടാണ് ഓടിച്ചിരുന്നത് എന്നത് സംബന്ധിച്ച് പോലീസിൽ ആരോ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആ സമയത്ത് വളരെ അല്പം സ്പീഡിലായിരുന്നു ബൈക്ക് ഉണ്ടായിരുന്നത് എന്നാണ്, ബൈക്ക് ഓടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ തലയിടിച്ചാണ് വീണത്. ഈ വീഴ്ചയിൽ തല നന്നായി ഇടിക്കുകയും രക്തം വാർന്ന് പോവുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കാം മരണകാരണം എന്നുള്ളതാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അതിലൊരു വ്യക്തത വരും. അതേസമയം ഈ ജുനൈദുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ മരണത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ വസ്തുതയില്ല എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതൊരു പീഡന പരാതിയല്ലായിരുന്നോ? തീർച്ചയായിട്ടും ഒരു പീഡന പരാതിയായിരുന്നു. ഈ പരാതി എല്ലാം തന്നെ ഒത്തുതീർപ്പാക്കിയതാണ്. പരാതി ഒത്തുതീർപ്പാക്കുകയും ഈ പെൺകുട്ടിയുമായി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയും ചെയ്തതാണ്. കുടുംബവുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ വിവാദം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. അതിൽ വസ്തുതയില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഏത് തരത്തിലാണ് നടക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം പോലീസ് അന്വേഷിക്കുമെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇത് ഒരു അപകട മരണം ആണെന്നുള്ള പ്രാഥമിക നിഗമനം തന്നെയാണ് പോലീസ് പറയുന്നത്. ഇനി ഈ റാഷ് ഡ്രൈവിംഗ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും മറ്റു അപകടങ്ങൾ സംഭവിച്ചാണെന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അക്കാര്യം വ്യക്തമാക്കാമെന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ അപകട മരണമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ശരി ജംഷീർ. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. ഇത് നിലവിൽ ഒരു അപകട മരണമാണെന്ന് കൃത്യമായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഇതുപോലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നത് ഏത് ലെവലിലാണ് എന്നുള്ളത് പോലീസ് അന്വേഷിക്കുമെന്ന് പറയും. അതായത് ആ പെൺകുട്ടിയുമായി ചുറ്റപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അപകടം വരുത്തി വെച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും ഈ പുള്ളി അപകടപ്പെടുത്തിയതാണ്. അതായത് കൈസ് ഉൾപ്പെടെ ആ ഒരു രീതിയിലെ പറഞ്ഞു, അങ്ങനെയാണോ എന്ന് കൈസിൽ സംശയമുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു നുണപ്രചരണം അല്ലെങ്കിൽ വ്യാപകമായിട്ട് പ്രചരണം തെറ്റാണ്. ഇത് റാഷായിട്ടുള്ള അവന്റെ ഡ്രൈവ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് എന്ന് പുള്ളി പറയുന്നു. അതുപോലെ ഈ പെണ്ണിനെ ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടിന്റെ ഒക്കെ അവർ പറയുന്നത് കേട്ടോ, അവരിപ്പോ എല്ലാം പറഞ്ഞൊതുക്കി എല്ലാം സെറ്റിലായി, അവരുടെ കുടുംബവുമായിട്ട് ഇവർക്ക് ഇപ്പൊ നല്ല ബന്ധമാണുള്ളത് എന്നാ പറയുന്നത്. അപ്പൊ അതായത് എന്തോ ഒരു തെറ്റിദ്ധാരണ, അതായത് ഈ പുള്ളി ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പീഡനവുമായി ബന്ധപ്പെട്ട് പുള്ളിയെ കസ്റ്റഡി എടുക്കും. പിറ്റേ ദിവസം തന്നെ എനിക്കൊന്ന് അന്ന് തന്നെ പുള്ളിയെ വിട്ടയക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവർ സെറ്റിലായി. ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇവര് തമ്മിൽ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി എന്ത് ചെയ്തു, പലയിടത്തും പോയി ബന്ധപ്പെടുകയും കറങ്ങി നടന്നു. ജുനൈദിന് ഒരു മകനുണ്ടെന്ന് പറയുന്നു. പിന്നെ എനിക്കൊന്നും ഡിവോഴ്സ് ആണെന്ന് തോന്നുന്നു. ഭാര്യയെ കുറിച്ചൊന്നും ഒരിടത്തും പറയുന്നത് ഡിവോഴ്സ് ആയിരിക്കും. അപ്പൊ മറ്റൊരു പെണ്ണ് വേണമെങ്കിൽ ഇവർ തമ്മിൽ പ്രേമിക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനൊക്കെ പോയി കാണാം. അപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം, ഈ പെൺകുട്ടിയുടെ ഒരു പ്രശ്നമാണല്ലോ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അവരുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണല്ലോ. എന്നെ അങ്ങ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആയുധമാണ്. അപ്പൊ അങ്ങനെ വെച്ച് കൊടുത്തതായിരിക്കും. അപ്പൊ എന്തായാലും ആ പറഞ്ഞത് കൊണ്ട് പെൺകുട്ടിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുള്ള രീതി ഇപ്പൊ ഈ പയ്യനുമായിട്ട് വിളിച്ച് വരുത്തി കണ്ട് അവിടെ ഒരു കോംപ്രമൈസ് ചിലപ്പോൾ കെട്ടാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, എന്തോ പറഞ്ഞു വിട്ട്. പിന്നെ ഇപ്പോ ആ കുടുംബങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അവർ തമ്മിൽ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ പറയുന്ന ഈ പെൺകുട്ടിയും ഈ ജുനൈസും ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വീണ്ടും ഈ പറയുന്ന നമ്മുടെ കൈസിനോട് പറയാനുള്ളത്, കൈസ കാണിച്ചത് അതൊരു ആക്ഷേപം. കൈസ് ചിലപ്പോൾ വേറെ രീതിയിൽ ചിന്തിച്ചെങ്കിൽ കൂടി അതൊരു ആക്ഷേപമായിട്ട് തോന്നുള്ളൂ. അതൊരു ആക്ഷേപമായിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അപ്പോളജി അല്ലെങ്കിൽ ഒരു മാപ്പ് പറയുന്നത് എന്തായാലും നന്നായിരിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ ഈ പറയുന്ന റിയാക്ഷൻ ഫാമിലിയിലുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് എടുത്തു പറയുക അല്ലെങ്കിൽ അത് സമ്മതിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ നല്ലതായിട്ട് വരും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.